അസ്സലാമു അലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തലമുടിക്ക് പറ്റിയ നല്ല ഒരു വെളിച്ചെണ്ണൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നൊക്കെ ഒന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ കാച്ചെടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് സാധനം മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചെമ്പരത്തി, 2 ബ്രഹ്മി, മൂന്നാമത്തത് കഞ്ഞുണ്ണി. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ കാച്ചെടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ചെറുതായിട്ട്. നല്ലോണം കുഴമ്പുമാതിരി അരക്കണ്ട. അപ്പോൾ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ആയി കിട്ടാൻ ഭയങ്കര പ്രയാസമാവും. അപ്പോൾ ഈ വെളിച്ചെണ്ണ കൂട്ടിയിട്ടാണ് നമുക്ക് അരച്ചെടുക്കാൻ. ഇത് ഞങ്ങളിവിടെ ആട്ടിന മില്ല് പോയിട്ട് 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ കാച്ചെടുക്കാൻ പോണത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സീൻ്റെ ജാറിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ചെറുതായി ഒന്ന് കറക്കിയെടുത്ത് വരാം. ഇതാ മക്കളെ, നമ്മുടെ ബ്രഹ്മി, കഞ്ഞുണ്ണി, ചെമ്പരത്തിപ്പൂ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ അരച്ചെടുത്തത് കുറച്ച് അരവ് കൂടി പോയിട്ടുണ്ട്. രണ്ടാമത്തത് പാകത്തിനുള്ള അരവാണ്. എന്തായാലും ഇപ്പോൾ നമ്മളിത് മെനക്കെട്ട് നിൽക്കണമല്ല. ഇതൊന്ന് വെളിച്ചെണ്ണ ഒക്കെ അതിൽ നിന്നൊരു കക്കി പോരുന്നത് വരെ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കഞ്ഞുണ്ണി അതുപോലെ ബ്രഹ്മി, ഇത് രണ്ടും കിട്ടാനുണ്ടെങ്കിൽ അത് രണ്ടും മാത്രം ഇട്ടിട്ട് എണ്ണ വെളിച്ചെണ്ണ കാച്ചിയിട്ട് തലയെ തേക്കുന്നത് നല്ലതാണ്. നമുക്ക് രാത്രിയൊക്കെ നല്ലോണം ഉറക്കും കിട്ടും. ഉറക്കില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ നല്ലതാണ്. അതുപോലെ ബ്രഹ്മിൻ്റെ നീരെടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലോണം ബുദ്ധിയൊക്കെ ഉണ്ടാവും, പഠിക്കാനൊക്കെ നല്ല ഉഷാറുണ്ടാവും. അപ്പോൾ ബ്രഹ്മി കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും അതുപോലെ ഒന്ന് ചെയ്തു നോക്കി. കുട്ടികളും മക്കളൊക്കെ ഉള്ളവർ അവർക്കൊക്കെ നല്ലതാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കാച്ചെടുത്ത് വരാം. ഈ ഒരു എണ്ണ കാച്ചുമ്പോൾ നമ്മുടെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ ആകെ കൊളാവും. എണ്ണ ആയാലും വെളിച്ചെണ്ണ ആയാലും. ഞങ്ങളിവിടെ വെളിച്ചെണ്ണയാണ് കാച്ചി തേക്കല്. അതുകൊണ്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ കാച്ചിയത്. എണ്ണ കാച്ചുന്നവർക്ക് അങ്ങനെയും കാച്ചാം. അതുപോലെ തന്നെ ഇത് കാച്ചുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്നും വർത്താനം പറയാനൊന്നും പോവാൻ പറ്റൂല. ഈ ഒരു പണി എടുക്കുമ്പോൾ വേറെ എവിടേക്കും നീങ്ങാൻ പാടില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ മതി. ഇതന്നെ ഇപ്പം ഞാൻ ഇന്ന് കാച്ചാൽ നാളെ കാച്ചാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ബ്രഹ്മിയും കഞ്ഞുണ്ണിയും കിട്ടിയിട്ട് കുറച്ച് ദിവസം അയക്കണേ. ഫ്രിഡ്ജിലേക്ക് വെച്ചതേന്ന്. ഇപ്പം എടുത്ത് നോക്കിയപ്പോൾ അത് കേടാവാനുള്ളൊരു മട്ടുണ്ട്. അപ്പം ഞാൻ വേഗം എടുത്ത് കാച്ചിയതാണ്. അത് കേടായിപ്പോയാൽ പിന്നെ അത് കിട്ടാൻ കുറേ പണിയാണ്. ഇത് കണ്ടപ്പോൾ ഈ എണ്ണ എല്ലാം കറുത്ത് വരുന്ന കഞ്ഞുണ്ണി കൂട്ടിയതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ കറുപ്പ് കളറായി കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ കാച്ചി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിൽ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്ര ആയാൽ മതി, ഇതിനേക്കാളും ആയി പോകാൻ പാടില്ല. നല്ല ഒരു മണം വരുമ്പോൾ ഇത് നല്ലൊരു തരിപ്പാകുമ്പോൾ കണ്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പം ചൂടായിട്ടാണ് നിങ്ങൾക്ക് തിരുമ്പി കാണിച്ചു തരാൻ എൻ്റെ കൈ പൊള്ളും, അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ കാച്ചി ഞാനിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ചൂടാറിന് ശേഷം കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കാച്ചെടുത്ത് വെളിച്ചെണ്ണ ഇവിടെ റെഡി. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് തേച്ച് നോക്കുക. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ പാടത്തൊക്കെ പോയാൽ ബ്രഹ്മിയും കഞ്ഞുണ്ണിയൊക്കെ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ കഴിയും. അറിയുന്നവർക്ക് പോയാൽ പെട്ടെന്ന് തന്നെ എടുത്ത് പോരാ, അറിയാത്തവർ പോയാൽ നട്ടം തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും പോയിട്ട് എടുത്തു കൊടുത്തിട്ട് വേഗം കാച്ചി തേച്ച് നോക്കി. രാത്രി ഉറക്കില്ലാത്തവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറക്കമൊക്കെ വരും. നല്ലൊരു മരുന്നാണിത് രണ്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് തേക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.